PM ആർഷോ കൂടി ടെലിഫോൺ ലൈനിൽ. ശ്രീ ആർഷോ, MSF ഈ സമരത്തിന്റെ ഭാഗമല്ല, SFIയും ഈ പറഞ്ഞ സമരത്തിന്റെ ഭാഗമല്ല നിലപാട് സ്വീകരിച്ചിരുന്നു. ഇത് ആരുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു നീക്കമാണ് എന്നാണ് SFI കരുതുന്നത്? അല്ല, ഇതിനകത്ത് MSF ഉൾപ്പെടെ SFI ഉൾപ്പെടെ ആ ക്യാമ്പസിലെ KSU പ്രവർത്തിക്കുന്നുണ്ട്. ഒരു വിദ്യാർത്ഥി സംഘടനയുടെയും നേതൃത്വത്തിൽ അത്തരത്തിലൊരു സമരം ഇവിടെ ക്യാമ്പസിൽ നടന്നിട്ടില്ല. ക്യാമ്പസുകളെ സംബന്ധിച്ച് കേരളത്തിലെ ക്യാമ്പസുകൾ എല്ലാ കാലഘട്ടത്തിലും മതനിരപേക്ഷമായി മതേതര സ്വഭാവം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിലനിന്നിട്ടുള്ള ക്യാമ്പസുകളാണ്. അത് ആ നിലയിൽ തന്നെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന സംഘടനയാണ് SFI. അതിനുവേണ്ടി നിരന്തര ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘടനയാണ് SFI. അവിടെ അതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിനോടകം ഇതിനകത്ത് ആ ക്യാമ്പസിലെ അതോറിറ്റി, അവിടുത്തെ വിദ്യാർത്ഥികളൊക്കെ പ്രതികരണം ഇതിനോടകം വന്നിട്ടുണ്ടാകും. ഞങ്ങൾ അന്വേഷിച്ച ഘട്ടത്തിൽ മനസ്സിലാക്കിയത് അവിടെ ഉണ്ടായിട്ടുള്ള മാനേജ്മെന്റുമായിട്ടുള്ള അഫയർസും അതുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ അവിടെ നടത്തിയിട്ടുള്ള ഒരു പ്രതിഷേധം എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു വിദ്യാർത്ഥി സംഘടനയും ഈ നിലയിലുള്ള ഒരു ആവശ്യം ഉയർത്തിക്കൊണ്ട് അവിടെ ഒരു സമരം നടത്തിയിട്ടില്ല. എന്നാൽ വളരെ ബോധപൂർവമായി നമ്മുടെ സെക്യുലർ ഫാബ്രിക്കിനെ തകർക്കുന്നതിന് വേണ്ടി ചില കേന്ദ്രങ്ങളിൽ നിന്ന് ബോധപൂർവമായി അപരമത വിദ്വേഷത്തിന്റെയും സമൂഹത്തെ വിഭജിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിഷലിപ്തമായ പ്രചരണം നടന്നിട്ടുണ്ട്. അത് ഈ കഴിഞ്ഞ 2 ദിവസമായി നമ്മുടെ പൊതുസമൂഹത്തിനകത്ത് നവമാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഘട്ടം വരെ മുഖ്യധാര മാധ്യമങ്ങൾ ആരും തന്നെ ആ തെറ്റായ വാർത്ത പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയും തെറ്റായ നരേഷൻ പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഈ ഘട്ടം വരെ ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ആ തെറ്റായ നരേഷൻ പ്രചരിപ്പിക്കാതെ മാറി നിൽക്കുന്ന മാധ്യമങ്ങളെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു. അതിനോടൊപ്പം തന്നെ അതിന്റെ വസ്തുത എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ച് പൊതുസമൂഹത്തെ അറിയിക്കുന്നതിന് വേണ്ടി അക്കൂട്ടർ തയ്യാറാകേണ്ടതായിട്ടുണ്ട്. ഇതിൽ ഈ നിലക്കുള്ള തെറ്റായ നരേഷൻ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ചില സംഘടനകൾ, അതിനകത്ത് സംഘപരിവാറിന്റെ സോഷ്യൽ മീഡിയ കേന്ദ്രങ്ങളുണ്ട്. അതേപോലെ തന്നെ കാസ ഉൾപ്പെടെയുള്ള സംഘടനകളുടെ നവമാധ്യമ കേന്ദ്രങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള ആളുകൾ വളരെ ബോധപൂർവം സമൂഹത്തിനകത്ത് ഭിന്നിപ്പ് സൃഷ്ടിക്കുക എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് മറ്റൊരു ഉദ്ദേശമില്ല. ഈ ദിവസങ്ങളിലൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന SFIയുടെ നേതൃത്വത്തിൽ സമരം നടത്തി എന്നുള്ളതാണ്. ഞങ്ങളുടെ ഔദ്യോഗിക പ്രസ്താവന പുറത്തേക്ക് വന്നു. അതിനകത്ത് SFI പ്രവർത്തകരായിട്ടുള്ള ആരുമില്ല. SFI ആ നിലയ്ക്കൊരു സമരത്തിനെ ആഹ്വാനം ചെയ്ത് ആ നിലയ്ക്കൊരു സമരം നടത്തുന്ന പാരമ്പര്യമല്ല SFIയുടെ പാരമ്പര്യം. എന്നാൽ അത് അങ്ങനെയാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി വളരെ ബോധപൂർവ്വം ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ക്യാമ്പസുകൾക്കകത്ത് കൃത്യമായി പഠിക്കുന്നതിനാവശ്യമായിട്ടുള്ള അക്കാദമിക് അന്തരീക്ഷമാണ് ഉണ്ടാവേണ്ടത്. മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കകത്തും ആ നിലയിലുള്ള അക്കാദമിക് അന്തരീക്ഷമാണ് ഉണ്ടാകേണ്ടത്. ഇപ്പൊ ഏതൊരു മതത്തിന്റെ ആരാധനയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇടം ക്യാമ്പസിനകത്ത് രൂപപ്പെടുത്തിയ നാളെ മറ്റു മതങ്ങൾ മുഴുവൻ വരില്ലേ? ഏതൊരു മതത്തിനാണ് തൊട്ടടുത്ത ദിവസം മറ്റു മതങ്ങൾ അവർക്ക് ആരാധനയ്ക്ക് ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ആവശ്യങ്ങളുമായി മുന്നോട്ട് വരും. ക്യാമ്പസുകൾ അതിനുള്ള ഇടങ്ങളല്ല. നമുക്ക് ആരാധിക്കുന്നതിന് വേണ്ടി ഒക്കെ ആരാധനാലയങ്ങൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുണ്ട്. മറിച്ച് ക്യാമ്പസുകൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടങ്ങളാണ്. കൃത്യമായിട്ടുള്ള അക്കാദമിക പ്രവർത്തനങ്ങളാണ് അവിടെ നടക്കേണ്ടത്. ഇത്തരത്തിലുള്ള തെറ്റായ പ്രചരണങ്ങൾ ഉയർത്തിക്കൊണ്ട് സമൂഹത്തെ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിൽ നിന്ന് മുഴുവൻ ആളുകൾ പിന്മാറണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ശരി, ശ്രീ PC ജോർജ്.